പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടരാം. ഒട്ടും മുഖരുകൾ പറയാതെ ദൈവം ഏൽപ്പിച്ച ഒരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ആധാരമായിട്ട് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത് യഹോവയ്ക്ക്, ദൈവമേ അങ്ങനെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അടുത്ത വാക്യം കൂടെ, അതുകൊണ്ട് ആ കിണറിന് ബെർലൈ റോഹി എന്ന് പേരായി. അത് കാദേശിനും ബെർദിനും മധ്യേ ഇരിക്കുന്നു. അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ആ കിണറിന് പേർ വിളിച്ചു. അത് പേരായി. വളരെ ലളിതമായിട്ട് ഞാൻ പറയുക, ഇന്ന് പകൽ ദൈവം ചിലരിവിടെ സെലക്ട് ചെയ്ത് കൊണ്ട് വച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? ദൈവരാജ്യത്തിൽ ചില പേരുകൾ സംഭാവന ചെയ്യുവാൻ. നിങ്ങൾ വിളിക്കുന്ന പേര് ദൈവരാജ്യത്തിൻ്റെ പേരായി മാറാൻ പോവാ. നിങ്ങൾ പാടുന്ന പാട്ട് ദൈവരാജ്യത്തിലെ പാട്ടായി മാറാൻ പോകുകയാ. ദൈവസഭയ്ക്ക് കനത്ത സംഭാവനകൾ നൽകുവാൻ ദൈവം നിയോഗിച്ച ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ. അവള് പേര് വിളിച്ചു, അത് പേരായി. നിങ്ങൾ ആരും ആകട്ടെ, നിങ്ങൾ വിളിക്കുന്നത് പേരാകും. നിങ്ങൾ പാടുന്നത് പാട്ടാകും. നിങ്ങൾ പാടുന്നത് ആത്മലോകം ഏറ്റുപാടും. ചിലരെങ്കിലുമൊക്കെ റാന്നിക്കാരനായ ആ ദൈവദാസനെ കുറ്റപ്പെടുത്താറൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടിലെ തിയോളജിക്കൽ ടേംസ് ഒക്കെ പലപ്പോഴും ശരിയല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കറിയാം, റജിനാരായണൻ്റെ അമ്മ ഇച്ചയി തീരെ വയ്യാതെ കിടക്കുന്ന സമയത്ത് തുണ്ടത്തിലെ പ്രിൻസ് പാസ്റ്റർ ചർച്ചിന് ഒരു കട്ടിലെ കൊണ്ടിടുമായിരുന്നു. വീട്ടിൽ കിടക്കാൻ മടിയായിട്ട് കട്ടിലെ വന്ന് ഏറ്റവും പുറകിൽ കിടക്കുമായിരുന്നു. ദൈവദാസന്മാർ ഇതുപോലെ യോത്തി വന്ന് പ്രസംഗിക്കുമ്പോൾ ആ അമ്മ കിടന്നുകൊണ്ട് കൈയടിച്ച് ആരാധിക്കുമായിരുന്നു. അങ്ങനെ കിടന്നുകൊണ്ട് പാടി ആരാധിക്കുന്ന അമ്മയുടെ മോൻ നാട്ടിൽ പാടുമ്പം ആ പാട് ലോകം ഏറ്റെടുക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഇന്ന് നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അതെല്ലാം മറന്നു പാടുന്ന ദൈവമേ, നാളെ നിന്റെ തലമുറ ദൈവരാജ്യത്തിന് ചിലത് നൽകാൻ. സ്തോത്രം. ഞാൻ രാവിലെ ഒരു 8:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കൂടെ എൻ്റെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവരൊരു ഹോസ്പിറ്റലിൽ വന്നതാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് എൻ്റെ പപ്പ കുറേ നാളായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഒത്തിരി വർഷമായിട്ട്. പക്ഷേ എനിക്ക് സൗകര്യം ഒക്കുമ്പോഴേ അവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇന്ന് എൻ്റെ സൗകര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ പാതി വഴിക്ക് ഞാൻ ഇറക്കി വിട്ടേച്ചു പോയി. സ്തോത്രം. കാര്യം ഞാനിനി അവിടെ കൊണ്ടുപോകാനായിട്ട് പോയെങ്കിൽ പിന്നെ ഇവിടെ വന്ന് പ്രസംഗിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അവരൊക്കെ പാടിയതിൻ്റെ ആ ഒരു അനുഭവമൊക്കെ ഇന്ന് നമ്മളാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ, എനിക്കിന്ന് പകൽ വളരെ ലളിതമായിട്ടേ പ്രസംഗിക്കാനുള്ളൂ. എനിക്ക് ഒത്തിരി ഒന്നും പറയാനില്ല. വളരെ ലളിതമായിട്ട്, നിങ്ങൾ ദൈവരാജ്യത്തിൽ പാടാൻ നിയോഗിക്കപ്പെട്ടവരാ. നിങ്ങൾ പാടുന്നത്, നിങ്ങൾ പറയുന്നത് കാലഘട്ടത്തോട് സംസാരിക്കാൻ ദൈവം അഭിഷേകത്താൽ നിയോഗിച്ച ചില ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവളാരാ? പേരിടുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമാണോ? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പേരിടാൻ പറ്റുമോ? പേരിടുക എന്ന് പറഞ്ഞാൽ അതൊരു അവകാശമല്ലേ? ഇവളാരാ? ഇവളെന്തുകൊണ്ടാ പേരിടുന്നത്? ഇവളിട്ട പേരെന്താ? ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താ? അവളിട്ട പേര് നാട്ടുകാർ ഏറ്റവും ചൊല്ലാൻ കാരണം എന്താ? ഞാൻ ഈ ഭാഗത്തുനിന്ന് അവളെ നോക്കിയപ്പോൾ 2-3 കാര്യം കണ്ടു. ഒന്ന്, ഷീ വാസ് എ ഫീമെയിൽ സ്ലേവ് ഫ്രം ഈജിപ്റ്റ്. അവൾ മിസ്രൈമിൽ നിന്നുള്ള ഒരു പെണ്ണടിമയാണ്. 2, she was sexually abused, maybe without her permission. അവളുടെ അനുവാദമില്ലാതെ അവൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടവളാണ്. 3, അത് ഇച്ചിരി കൂടെ ലളിതമായിട്ട് കേട്ടോണം. നമുക്കായി അബ്രഹാമിയും സാറ എന്നൊക്കെ പറഞ്ഞ് വലിയ ആത്മീകരും ഭക്തരും ഒക്കെ. പക്ഷെ അവളോട് ചോദിച്ചാൽ അവൾ പറയും, അവൾ അവിടെ ചെന്ന് കയറിയ നാൾ മുതൽ ഈ വീട്ടിൽ നിന്ന് കണ്ണീര് അവൾ കുടിച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ ലളിതമായ ഭാഷയെ പറഞ്ഞ് ആത്മീകരെന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്ന് ഒത്തിരി മുറിവുകളേറ്റവളവൾ.
അവിടെ 3 പ്രത്യേകത നിങ്ങൾ കണ്ടോ? 1, മിസ്രൈമിലെ പെണ്ണടിമ. 2, ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടവൾ. 3, ആത്മീകരുടെ വീട്ടിൽ നിന്ന് വല്ലാത്ത മുറിവുകളേറ്റവൾ. പക്ഷേ ഇന്ന് പകൽ നീ ഇന്നലെ എന്താണെന്നുള്ളതല്ല എന്റെ ദൈവത്തിന്റെ വിഷയം. ഇന്ന് ദൈവം നിന്നെ സെലക്ട് ചെയ്യാൻ പോവുക. ഇന്ന് ദൈവം നിന്നെ നിയോഗിക്കാൻ പോവുക. ഇന്ന് ദൈവം നിന്റെ മേൽ ഒരധികാരം പകരാൻ പോകുക. എനിക്ക് ഒത്തിരി ഹൃദയെടുപ്പമുള്ള പല പ്രിയപ്പെട്ടവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ ആരുടെയും പേര് പറയാതെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു നിയോഗത്തെ ദൈവം പകരാൻ പോകുക. ദൈവരാജ്യത്തിന്, ഈ കാലഘട്ടത്തിന് കനത്ത സംഭാവനകൾ നൽകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാ നിങ്ങളെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ചേർന്ന് സ്തോത്രം ചെയ്യുക. ഈ സഹോദരി ആയിരിക്കുന്നത് ഒരു മരുഭൂമിയില്ല. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന എത്രയോ പദങ്ങൾ ബൈബിളിൽ കാണുവാൻ കഴിയും. ഭൂമിയുടെ 10% മരുഭൂമിയാണ്, 20%. കാലാവസ്ഥയുടെ കണക്കെടുത്ത് പഠിക്കുമ്പോൾ 10% മഴ ലഭിക്കാത്ത പ്രദേശങ്ങൾക്കാണ് മരുഭൂമി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ 69 മരുഭൂമികളാണ് ഭൂമിയിൽ ഉള്ളത്. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന 4 എബ്രായ പദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതിൻ്റെ പേര് മിഡ്ബാർ എന്ന. മിഡ്ബാർ എന്ന് പറഞ്ഞാൽ വിജനമായ പ്രദേശങ്ങളെല്ലാം മിഡ്ബാർ എന്ന പദം കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് അരാബ എന്ന് പറയും. അരാബ എന്ന് പറഞ്ഞ ആ വാക്കിന് അർത്ഥം ചാവുകടലിന് തെക്കുള്ള ഉണങ്ങിയ സമതല പ്രദേശത്തെയാണ് അരാബ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് താബഹ്. താബഹ് എന്ന് പറയുന്നത് ഉണങ്ങിയ മലമ്പ്രദേശത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തത് യെഷിമോൻ. യെഷിമോൻ എന്ന് പറഞ്ഞാൽ ഊഷര ഭൂമിയെ സൂചിപ്പിക്കുന്നതാണത്. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന 4 പദങ്ങൾ ഞാൻ പറഞ്ഞു. അതിനപ്പുറത്ത് മരുഭൂമിയുടെ 4 അവസ്ഥകളാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. അവിടേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ അവസ്ഥ ഒന്ന് വായിച്ചോ. ഇരമ്യ പ്രവചനം 4-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 4 വേഴ്സസ് 26. 4-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്ര കോപഹേതുവായിട്ട് ഇടിഞ്ഞുപോയി. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു, അതിലെ പട്ടണങ്ങളൊക്കെയും ഇടിഞ്ഞുപോയി. അപ്പം സ്വപ്നങ്ങൾ ഇടിഞ്ഞു പോകുന്ന സ്ഥലമാണേത്? മരുഭൂമി. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ഇടിഞ്ഞു പോകാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. നമ്മൾ ഇവിടെ ഒന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ അരൂരൊക്കെ കഴിയുമ്പോൾ, കർത്തൃദാസനത് നന്നായിട്ടറിയാം, ആ അരൂർ പാലത്തിന് മുമ്പായിട്ട് ഇടത്തെ സൈഡിൽ ഒരു വലിയ ഫ്ലാറ്റ് നിൽപ്പുണ്ടല്ലേ, ചരിഞ്ഞു നിൽക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫ്ലാറ്റ് സംവിധാനം വന്നപ്പം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഫ്ലാറ്റുകളിൽ ഒന്നാണ്. എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് ചരിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാഞ്ഞതുകൊണ്ട് അത് നിർമ്മിച്ചയാള് അത് പ്രയോജനപ്പെടാതെ ആത്മഹത്യ ചെയ്തെന്നൊക്കെയാ കേട്ടറിവ്. കൃത്യമല്ല. എന്താണെങ്കിലും ഒരു കാര്യം സത്യ, സ്വപ്നങ്ങൾ തകരുന്ന ഒരു സ്ഥലമാണേത്? ഞാനൊരു കാര്യം പറയട്ടെ, ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തകരുന്ന ഇടത്ത് നമ്മളെ വന്ന് കാണുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ യേശു. സ്വപ്നങ്ങൾ തകരാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. ജോലി പോയാൽ സ്വപ്നം തകരും. ഒരു വേർപാട് വന്നാൽ മതി, സ്വപ്നം തകരും. ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തകരുന്ന ഇടത്ത് നിങ്ങളുടെ അടുക്കൽ വരാൻ മറ്റാരുമില്ലെങ്കിലും ഇന്ന് കണക്കൂട്ടൽ തെറ്റാൻ ഒത്തിരി നേരം വേണോ പ്രിയപ്പെട്ടവരെ? ഇല്ല. അതല്ലേ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. ഒറ്റ കാര്യമാണ് യോഹന്നാൻ പറയുന്നത്. ജീവിതത്തിന്റെ കണക്കൂട്ടലൊക്കെ തെറ്റുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം. നിങ്ങൾ ഇന്ന് പകൽ ഈ സന്ദേശത്തിനകത്തോട് ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഏത് കണക്കൂട്ടൽ തെറ്റുന്നിടത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഈ പകൽ അറിയണം. ഞാൻ മറ്റുള്ള സുവിശേഷകന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നത് തൻ്റെ ഏകജാതനെ ദൈവം അയച്ചത് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം. എന്തറിയണം? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. 2, നിങ്ങളുടെ നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഇങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹത്തിലാണ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായത്തിൽ അത് ഒരു വെളിപ്പാട് പങ്കുവെക്കുക. എന്താ വെളിപ്പാട്? ദൈവം മനുഷ്യനായതിൻ്റെ വെളിപ്പാട്. ഈ ആധുനിക ലോകത്തിൽ 2 അപകടമാണ് നടക്കുന്നത്. ഒന്ന്, മനുഷ്യരൊക്കെ ആരാകുന്നു? അതുതന്നെ, മനുഷ്യരൊക്കെ ദൈവമാകുന്നു. 2, മനുഷ്യരൊക്കെ മൃഗമാകുന്നു.
രണ്ട് അപകടമാണ്. ഒന്ന് മനുഷ്യര് ദൈവമാകുന്നു, മറ്റൊന്ന് മനുഷ്യര് മൃഗമാകുന്നു. മനുഷ്യര് ദൈവമാകുന്നതും മനുഷ്യര് മൃഗമാകുന്നതും എന്താ? അപകടമാണ്. മനുഷ്യര് ദൈവമാകുന്ന മനുഷ്യര് മൃഗമാകുന്ന ആധുനിക ലോകത്ത് യോഹന്നാൻ പരിചയപ്പെടുത്തുക, ദൈവമായിരുന്നവൻ ആരായി? മനുഷ്യനായി. സാർത്തർ എന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിച്ച വലിയ ചോദ്യം അത്. ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിലിറങ്ങുമോ? ദൈവം തന്റെ സ്ഥാനം ഉപേക്ഷിക്കുവോ? ഇല്ല, പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഉപേക്ഷിക്കത്തില്ല, പിന്നെ ഇനിയും ദൈവം. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാ, ഒരു ദൈവം എന്നെ തേടി തന്റെ സ്ഥാനം ഉപേക്ഷിച്ച് മണ്ണിലിറങ്ങി വന്നാൽ അത് മാത്രം മതി എനിക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാ അബൂവസ് മൂസ എന്ന ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞത്, 1000 ഉണ്ണി 1000 ബേദലഹേമി പിറന്നാലും നിന്റെ ഉള്ളിൽ അവൻ മനുഷ്യനായി പിറക്കുന്നില്ലെങ്കിൽ. ഇതാ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത്. യേശു മനുഷ്യനായി, അതുകൊണ്ട് ഭൂമിയിൽ നമ്മളും ആരാകണം? ഇന്നത്തെ യോഗം കഴിഞ്ഞ് തറയിൽ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കൂടെ പോകണമെന്ന് ഞാൻ പറയത്തില്ല, പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്: നമ്മൾ ആരാകണം? മനുഷ്യരാണ്, യഥാർത്ഥ മനുഷ്യരാകണം. സുവിശേഷ ഒരു നാടിനെ സ്വാധീനിച്ചാൽ, സുവിശേഷം സ്വാധീനിച്ചാൽ കള്ളം പറയാൻ പറ്റുമോ? ഞാൻ റാന്നിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ബന്ധുക്കോസുകാരാ, ഒരു കള്ളം പറയത്തില്ല. അവരാറെ അതിര് മാന്തത്തില്ല. അവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പാല് മേടിച്ചോ, പാല് വെള്ളം ചേരത്തില്ല. പക്ഷേ ഈയിടെ ഒരു സംഭവം ഉണ്ടായി. ഞാനിവിടെ ഇത് പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഇങ്ങനെ എനിക്കൊരു കുറിപ്പ് വന്നിച്ച് പറഞ്ഞു, മോനെ അത് ദൈവം പറയിപ്പിച്ചതാ, ഒന്നുകൂടെ പറയാന്ന്. അന്നേരം സംഭവം എന്താണെന്നറിയോ, അവിടെ വരുന്ന പാസ്റ്റർക്ക് 3 വർഷത്തിൽ മാറ്റമുണ്ട്, പക്ഷെ പാല് കൊടുക്കുന്ന ആളിന് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് പാലായിട്ട് ഒരിക്കലും പാസ്റ്റർക്ക് കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ പാലായിട്ട് കൊടുക്കാറില്ല, കൂലിയൊക്കെ കൃത്യമാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പുള്ളി പറയും ഇത് ദൈവം പറയിപ്പിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരാകുക. ദൈവത്തിന് ദൈവം മനുഷ്യനായതിൻ്റെ കഥയാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും 2ാം അധ്യായത്തിലേക്ക് വരുമ്പം വലിയൊരു അത്ഭുതമാണ്. എന്താണെന്നറിയോ, അവരുടെ കണക്കൂട്ടലൊക്കെ തെറ്റും, മനുഷ്യരുടെ കണക്കൂട്ടലൊക്കെ തെറ്റും. സത്യത്തിൽ അവരൊരു ഇവന്റ് നടത്തി പരിചയമുള്ളവരാണെന്ന് തോന്നുന്നില്ല. അല്ലെ പിന്നെ ഈ വീഞ്ഞൊക്കെ ഇത്ര പോരായ്മ. ഒരു ഇവന്റും നടത്തി പരിചയമില്ലേലും അവർക്ക് ഒരു കാര്യത്തിൽ അവർ കൃത്യമായിരുന്നു. ബാക്കി ഒരിടത്തും അവർ ശരിയല്ലായിരുന്നെങ്കിലും യേശുവിനെ ക്ഷണിക്കുന്ന കാര്യത്തിൽ അവർ ശരിയായിരുന്നു. ഇന്ന് പകൽ മറ്റേത് കാര്യത്തിൽ നിങ്ങൾക്ക് ചില കണക്കൂട്ടലൊക്കെ തെറ്റിയാലും യേശുവിനെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ആണെന്നേ, അതാ ജീവിതം മാറ്റുന്നേ. ഞാൻ റാന്നിയിൽ ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ച. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവില്ലാത്തവര്. എൻ്റെ അമ്മാച്ചന്മാരെന്നൊക്കെ പറഞ്ഞ 1-ാം തരം. സാറൊക്കെ ഇരുന്ന് ചിരിക്കുന്ന കാര്യം, അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബം. പക്ഷെ അതിനകത്തുനിന്ന് കർത്താവിനെ ക്ഷണിച്ചെന്നുള്ള ഒരൊറ്റ ഗുണം കൊണ്ടാ ജീവിതം മാറിയത്. ഇന്ന് പകൽക്കാല കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നാൽ ഏത് കണക്കൂട്ടല് തെറ്റിയെടുത്തും പുതിയൊരു സന്തോഷം. എത്ര പേർക്ക് ഈ പകൽക്കാല ഉറപ്പുണ്ട്? ഇനി 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. നിക്കോദിമോസ് ചോദിക്കുക, മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം അങ്ങനൊക്കെ ജനിക്കാൻ പറ്റുമോ? അപ്പൊ കർത്താവ് പറയുക, മറ്റൊരിടത്തും നടക്കാത്ത ഒരു ജനനമുണ്ട്. അത് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ്. അത് നിത്യരാജ്യ പ്രവേശനത്തിന് ഉതകുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, സ്വപ്നങ്ങൾ ഇടിയുന്ന ഇടത്ത് സംസാരിക്കുന്ന ദൈവം, സ്വപ്നങ്ങൾ തകരുന്ന ഇടത്ത് ഇറങ്ങി വരുന്ന ദൈവം, സ്വപ്നങ്ങൾ തകരുന്ന ഇടത്ത് എൻകൗണ്ടർ നടത്തുന്ന ദൈവം. സ്വാഭാവികമായിട്ട് ഹാഗാർ തിരിച്ചു വീട്ടിൽ വന്നു. സാറയുടെ അബ്രഹാമിൻ്റെ ഒക്കെ കുത്തുവാക്ക് സ്വാഭാവിക. അപ്പോൾ അവൾ പറഞ്ഞു കാണും, നിങ്ങളുടെയൊക്കെ സ്വഭാവം വെച്ച് റോഡിൽ കൂടെ പോകുന്ന ആ സാധനം പോലും തിരിച്ചെന്ത് ചെയ്യത്തില്ല, വരത്തില്ല. പിന്നെ ഞാനിവിടെ വന്നതിൻ്റെ കാരണം, ഞാൻ പോയ വഴിക്ക് എന്നോട് ദൈവം പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാൻ ചിലതൊക്കെ ചെയ്യിപ്പിച്ചോളാം, നിൻ്റെ വീടിൻ്റെ ചരിത്രത്തെ ഞാൻ മാറ്റിക്കൊള്ളാം. ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. വന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു കിണറിനൊരു പേര് വിട്ടു, ബെർലഹി റോഹി. കാലം കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി കേട്ടോ.
സാറായി മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം. അബ്രഹാമിന് ആകെപ്പാടെ ടെൻഷനായി. കാര്യം ഈ ഭാര്യമാർ ജീവനോടിരിക്കുമ്പോഴാണ് ഈ ഭർത്താക്കന്മാരൊക്കെ വലിയ പുലികളായിട്ടിരിക്കുന്നത്. ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് ഒച്ചു വലിയുന്ന പോലെ അങ്ങ് അത് തന്നെ ആൻറ്റി അങ്ങനെ ഡൗൺ ആവും. പുള്ളിക്ക് അങ്ങ് ആകെപ്പാടെ ഡിപ്രഷനായി. കാര്യം കൊച്ചിൻ്റെ കല്യാണമൊന്നും നടന്നിട്ടുമില്ല. ഏലിയാസറിനെ കൊണ്ട് കുറേ കാര്യമൊക്കെ പറയിപ്പിച്ചു. ഭാവി ഓർത്ത് ആശങ്കപ്പെടുന്നു. ഈ സമയത്താണ് ഉൽപ്പത്തി 24:62. ഞാനത് പറഞ്ഞു വിടുക. എന്നാൽ ഇസഹാക്ക് ബേർലഹയിരോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കയായിരുന്നു. അടുത്തത് വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടോ. ഇവിടെ ഒരു കരുതൽ വെളിപ്പെടുക. നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചേ. ഈ ഇസഹാക്ക് എന്തിനായി ബേർലഹയിരോയി പോയെ? ജീവിതത്തിൻ്റെ കടുത്ത നിരാശയുടെ സമയത്ത് അവൻ ഒരു കാര്യം ഓർത്തു. എന്താ? പണ്ട് അടിമപ്പെണ്ണായിരുന്ന, ഇച്ചിരൂടെ കഴിഞ്ഞപ്പം കൊച്ചമ്മയായി മാറിയ ഹാഗാറിൻ്റെ ജീവിതത്തിൽ എൻകൗണ്ടർ നടത്തിയ ഒരു ദൈവം. അങ്ങനൊരു ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ അവനെ എവിടേക്ക് നയിച്ചു? ബേർലഹയിരോയിലേക്ക് നയിച്ചു. അവിടെ ചെന്നപ്പം അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കരുതൽ ദൈവം അവന് വേണ്ടി എന്ത് ചെയ്യുക. അപ്പൊ ഇന്ന് പകൽ എനിക്ക് വളരെ ലളിതമായിട്ട് പറയാനുള്ള ദൂതിത, ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തകരുന്ന ഇടത്ത് ഇടപെടലുകൾ നടത്തുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവൻ ഈ പകൽ നിനക്ക് വേണ്ടി ഒരു കരുതൽ. ചിലരോട് ഞാൻ തലേ കൈവച്ചു പറയുക, ഈ ദൂത് ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു കരുതൽ വെളിപ്പെടാൻ പോവാ. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആരും അറിയാത്ത ഒരു കരുതൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ പാസ്റ്റർക്കും എൻ്റെ വിശ്വാസിക്കും ഒരുക്കി തരാൻ പറ്റാത്ത ഒരു കരുതൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാല ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഞാൻ ഇച്ചിരൂടെ മുന്നോട്ട് കൊണ്ടുവരാം. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തി 25:11. ആ വാക്യം എഴുതിയെടുക്കേണ്ട വാക്യ. എല്ലാവരും ആ വാക്യം അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യണം. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർലഹയിരോയിക്കരികെ പാർത്തു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ, ചിലര് വിചാരിക്കുക എന്റെ കാലം കഴിഞ്ഞ എന്റെ തലമുറ ഇല്ല, അന്യാധീനപ്പെടത്തൊന്നുമില്ല. നമ്മളെ മരിച്ചാലും നമ്മുടെ ദൈവം മരിക്കാത്ത ദൈവമായതുകൊണ്ട് നമ്മുടെ കാലത്ത് അനുഗ്രഹിക്കപ്പെട്ടതിനേക്കാൾ നമ്മുടെ തലമുറ, ഞാൻ അതിനെ നേരെ തിരിച്ചു പറയുക, പെട്ടെന്നുണ്ടായ ചില അനർത്ഥങ്ങൾ നിമിത്തം, പെട്ടെന്നുള്ള ചില മരണങ്ങൾ നിമിത്തം എന്റെ ജീവിതം ഒരു ഇരുട്ടിലേക്ക് പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന കുഞ്ഞെ, ഇന്ന് പകൽ നിന്നോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്റെ അപ്പനെ മരിച്ചിട്ടുള്ളൂ, നിന്റെ അപ്പൻ സേവിച്ച ദൈവം മരിച്ചിട്ടില്ല. നാളുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയും, എൻ്റെ അപ്പനും അമ്മയെ സേവിച്ച ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറയത്തക്ക നിലയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാകുന്നു. ജീവിതത്തിൻ്റെ ചില പ്രത്യേക ക്രൈസിസ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, നിന്റെ സ്വപ്നങ്ങൾ തകരുന്ന ഇടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇച്ചിരി നേരത്തെ പോയല്ലേ, പെട്ടെന്ന് പോയല്ലേ, പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ആ ഭർത്താവിന്റെ മരണം അല്ലേ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ, അവസ്ഥ മാറാൻ പോവുക. ചലിക്കുന്നവന്റെ ബന്ധനത്തെ ദൈവം അഴിക്കും, ചലിക്കുന്നവന്റെ കെട്ട് ദൈവം പൊട്ടിക്കും, ചലിക്കുന്നവന്റെ സ്ഥിതി ശബാര മനസ്സിലാകുന്ന ദൈവമക്കൾ മാത്രം ഒരല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ജീസസ്.
അപ്പം മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത സ്വപ്നം തകരുന്ന സ്ഥലമാണ്. അവിടെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇനി മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത വായിച്ചു. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഹോശേയ പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമയച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് എന്താണത്? ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം. ഇല്ല വിചാരിക്കുക ഇവിടെ ഞാൻ മരിക്കുമെന്ന്. ഇല്ല കേട്ടോ, മരിക്കത്തൊന്നുമില്ല. ഒരു മറുപടി വെളിപ്പെടും. അത് കർമ്മേലിന്റെ മറുപടിയാ. ഇത് റിപ്ലൈ ഫ്രം ഹെവൻ. കെരീത്തും സാരാഫാത്തും പോലൊന്നും അല്ല. ഇതുവരെ നിന്റെ ലൈഫിൽ വെളിപ്പെടാത്ത ഒരു മറുപടി ഉയരത്തിൽ നിന്ന് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത്. എനിക്കറിയാം ഭയങ്കര ഷിഫ്റ്റിങ് ചിലരുടെ ലൈഫിൽ ഇന്ന് പകൽക്കാലം സംഭവിക്കാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു ദൈവപ്രവൃത്തി ഈ പകൽക്കാലം സ്വർഗം അയക്കാൻ പോവുക. ഇത് റിപ്ലൈ ഫ്രം ഹെവൻ, ഇത് ഫയർ ഫ്രം ഹെവൻ. ഉയരത്തിൽ നിന്നൊരു തീ എനിക്ക് വേണ്ടി കത്തുവെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ദുരാവാരാധന. നീ മരിക്കണ്ട, നീ മരിക്കണ്ട, നീ മരിക്കേണ്ടടത്ത് നിനക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചത് കൊണ്ട് നീ മരിക്കണ്ട. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ടെന്നും അവന്റെ വചനത്തിന്റെ ആജ്ഞയാൽ എന്റെ മേൽ വിടുതലുണ്ടെന്നും ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ചേർന്ന് സ്തോത്രം ചെയ്യുക. ഏലിയാവിന് കർമ്മേലിലെ മറുപടിയാണെങ്കിൽ നമുക്ക് ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിന്റെ വിടുതല. ഇത് മെസ്സേജ് ഓൺ ദ ക്രോസ്. ഈ പകൽ എന്റെ ന്യൂനതകളെ മാറ്റാൻ, എന്റെ ഇരുട്ടുകളെ മാറ്റാൻ, എന്റെ ശൂന്യതകളെ മാറ്റാൻ ക്രൂശിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ക്രൂശിനോട് നമുക്ക് 3 വിധത്തിൽ പ്രതികരിക്കാൻ പറ്റും. ചിലര് ക്രൂശിന്റെ മുമ്പിൽ ഇടറുകയാണ്. മറ്റു ചിലര് ക്രൂശിനോട് പരിഹാസത്തോട് പ്രതികരിക്കുന്നു, ചിരിക്കുന്നു. എന്നാൽ വേറെ ഒരു കൂട്ടരെ വചനം പറയുകയാ, അവരതിനെ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് അതെന്തായിട്ട് മാറുകയാ? ദൈവ ശക്തിയായിട്ട് മാറുക. ഇന്ന് പകൽ എൻ്റെ യേശു കാൽവറിയിൽ പിടഞ്ഞതിനെ എൻ്റേതാക്കി മാറ്റാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് താങ്കൾ തയ്യാറാകുന്നെങ്കിൽ ജീസസ് ജീസസ്. കർത്താവ് പറഞ്ഞ ആ മൊഴികളില്ലേ, അത് വളരെ ലളിതമായിട്ടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം 7 മൊഴികളാണ് ക്രൂശി കിടന്നുകൊണ്ട് നമ്മുടെ നാഥൻ പറഞ്ഞത്, അല്ലേ? ഒന്ന് ലൂക്കോസ് 23:34, ഫാദർ ഫോർഗീവ് ദം, അവരോട് ക്ഷമിക്കണം. രണ്ടാമത്തേത് ലൂക്കോസ് 23:43, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കും. മൂന്നാമത്തേത് യോഹന്നാൻ 19:26, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അടുത്ത 3 മണിക്കൂർ നിശബ്ദതയാണ്. അതിനുശേഷം 4-ാമത്തെ മൊഴി മത്തായി 27:46, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് എന്ത്. അടുത്തത് യോഹന്നാൻ 19:25, ഐത്തേസ് എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ മൊഴി യോഹന്നാൻ 19:29, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവർത്തിയായി. 7-ാമത്തെ മൊഴി ലൂക്കോസ് 23:46, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. നമ്മുടെ നാഥൻ ക്രൂശെ കടന്ന് പറഞ്ഞ 7 മൊഴികളാണ്. അത് നമ്മളോടുള്ള ബന്ധത്തിലൊന്നാക്കിയാലോ? ദാഹിക്കുന്ന ഏത് മനുഷ്യന് വേണ്ടിയും കാൽവറി ഇങ്ങനെ നിൽക്കുക, അറിയാതെ പോകരുത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടാകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ക്രൂശീകരണം ഒന്ന് നിങ്ങൾ അറിയാതെ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് വരികയാണ്. ദാഹം കൊണ്ട് മരിക്കേണ്ട. സ്തോത്രം. അവൻ്റെ അടിപ്പിണരുകളാലുള്ള ആ സൗഖ്യം. ക്രൂശീകരണത്തിൻ്റെ ചരിത്രം ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയട്ടെ.
ലോകത്തിൽ വിവിധങ്ങളായ ശിക്ഷാരീതികൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഇന്ന് വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ക്രൂരവും ഹീനവും മൃഗീയവുമായ ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. ഇത് ആരംഭിച്ചത് BC 600 പേർഷ്യൻസാണ്. അത് BC 300 അലക്സാണ്ടറാണ് ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലോട്ട് കൊണ്ടുവന്നത്. റോമാക്കാരത് 500 വർഷം തുടരുകയും ഒടുവിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് ക്രൂശീകരണ നിയമം മൂലം നിർത്തലാക്കിയത്. ക്രൂശീകരണത്തിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. 6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ശിക്ഷാരീതി 3 ഘട്ടങ്ങളായിട്ടാണ് അത് രൂപപ്പെടുത്തിയിരുന്നത്. ക്രൂശീകരണത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് അഥവാ ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ട ആ പ്രതിയെ മലന്മാരായ 2 പടയാളികൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു ഇരുമ്പ് തൂണിൽ പുറം തിരിച്ചു നിർത്തി ബന്ധിച്ചു നിർത്തുകയാണ്. അനന്തരമായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം? 2 സൈഡിലായിട്ട് അവർ നിന്നിട്ട് ഈ മനുഷ്യൻ്റെ പിടലി മുതൽ കാൽപാദം വരെ ചാട്ടവാറ കൊണ്ട് ആഞ്ഞാഞ്ഞ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചാട്ടവാറിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇരുമ്പ് ചൂണ്ടക്കൊളുത്തുകളും എല്ലിൻ കഷ്ണങ്ങളും ഈയക്കട്ടകളും കൊണ്ട് രൂപപ്പെടുത്തിയ ചാട്ടവാറ 2 സൈഡിൽ നിന്ന് പുറം മുഴുവൻ അടിച്ചു കയറുമ്പം ഉഴവുകാരൻ ഉഴുതുമറിച്ച കണ്ടം പോലെ ആ പുറം എന്തു ചെയ്യും? കീറപ്പെടും. നമ്മുടെ കർത്താവിൻ്റെ പുറം ഉഴവുചാലു പോലെ കീറപ്പെട്ടെന്ന തിരുവചനം പറയുന്നത്. അടുത്തത് 2ാമത്തെ ഘട്ടം ആരംഭിക്കുക. കർത്താവ് ഉഴവുകാരൻ്റെ മുതുക് ഉഴവുചാലു പോലെ കീറപ്പെട്ട് കഴിഞ്ഞപ്പം 2ാമത്തെ ഘട്ടം ആരംഭിച്ചപ്പം ഗബതയിൽ നിന്ന് ഈ ക്രൂശ് യേശു എടുക്കുക, അല്ലേ? 8 അടി വീതി, 12 അടി നീളം, 84 കിലോയുള്ള ക്രൂശ്. ഈ ക്രൂശുമായിട്ട് പോകുമ്പം ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു, നിർജ്ജലീകരണം സംഭവിക്കുന്നു. അതുകൊണ്ട് വേച്ച് ക്രൂശുമായിട്ട് യേശു ഇങ്ങനെ നടക്കുക. പടയാളികൾക്ക് മനസ്സിലായി ഈ ക്രൂശ് ഗോൽഗോത്ത വരെ എത്തത്തില്ല. അതുകൊണ്ട് ആരുണ്ട് ഇതൊന്ന് ചുമക്കാൻ? അങ്ങനെയാണ് കുറേനക്കാരനെ അവരതിൻ്റെ അറ്റയേൽപ്പിച്ചത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ ക്രൂശുമായിട്ട് ഗോൽഗോത്തയിൽ എത്തപ്പെടുകയാണ്. 3ാമത്തെ ഘട്ടം ആരംഭിക്കുമ്പോഴത്തേന് ക്രൂശ് നെടുനീളത്തിൽ നിവർത്തിയിട്ടതിനന്തരം ഈ പ്രതിയെ അവർ ആ ക്രൂശിലേക്ക് മലർത്തി കിടത്തുകയാണ്. എന്നിട്ട് വലത്തെ കയ്യിൽ ആണിയടിച്ച് കയറ്റുന്നു, ഇടത്തെ കയ്യിൽ ആണിയടിച്ച് കയറ്റുന്നു, 2 കാലും പിണച്ചു വെച്ച് അതിലും ആണിയടിച്ച് കയറ്റുന്നു. എന്നിട്ട് ആ ക്രൂശ് കയറുകൊണ്ട് ഉയർത്തുന്നു. ആകാശത്തിൻ്റെ മധ്യത്തിലേക്ക് അതിങ്ങനെ ഉയരുമ്പോൾ, ആ കുഴിക്കകത്തേക്ക് അത് ഉറയ്ക്കുമ്പോൾ ഈ ശരീരത്തിലെ തോളലുകൾ വിടുവെന്നാണ് പറയുന്നത്. തോളലുകളിൽ വേദന സഹിക്കുവാൻ കയ്യേൽ അത് താങ്ങാൻ കഴിയാതാകുമ്പോഴത്തേന് കാലേൽ അത് താങ്ങാൻ ശ്രമിക്കുമ്പം കാലേലെ ആണിയേൽ അതിങ്ങനെ പെടയുമ്പോഴത്തേന് ആ മനുഷ്യൻ പുറങ്ങുണ്ട്. അത് ദൈവത്തിന് സ്തോത്രം. അതെ, ആ കഷ്ണത്തോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പം ശ്വാസം മുട്ടലുണ്ടായിട്ട് നെഞ്ചും കൂട് പൊട്ടിയിട്ട് ആ നെഞ്ചും കൂടിൻ്റെ ആ വാരിയല് റിബ് ഒടിഞ്ഞ് ലെൻസെ കയറി മരണം സംഭവിക്കുന്നതാ ക്രൂശീകരണത്തിലെ മരണം. എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, എൻ്റെ യേശു കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചപ്പോൾ ആ വേദന താങ്ങാൻ കഴിയാഞ്ഞതുകൊണ്ട് കാലേലമർത്താൻ ശ്രമിച്ചപ്പോൾ അത് കാലേലും അവരത് ആയപ്പോൾ പുറം കൊണ്ടത് അമർത്താൻ ശ്രമിച്ചപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് 7 ഇഞ്ച് വരെയൊക്കെ ക്രൂശെ കിടക്കുന്ന ആളിൻ്റെ കൈക്ക് നീളം കൂടുമെന്നാണ് പറയുന്നത്. ഈ യോഗത്തിലൊക്കെ വന്നിരുന്നേച്ച് 60, 70, 30 ഡിഗ്രിയൊക്കെ പൊക്കി ദൈവത്തെ കൈകൊണ്ട് സ്തുതിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, 2 കരവും 90 ഡിഗ്രി എനിക്കും നിങ്ങൾക്ക് വേണ്ടി. എനിക്കിത് ഒത്തിരി ഒച്ച വെച്ചൊന്നും പറയണേ തോന്നുന്നില്ല. അങ്ങനെ ഒച്ച വെച്ച് പറയാൻ പറ്റിയ ഒരു സംഗതി അല്ലല്ലോ ഇത്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ 2 കരം ഉയർത്തിപ്പിടിക്കാൻ എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകല് കഴിയും? ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ സഹോദരൻ പാടിയതാ, നിൻ ശരീരം തകർക്കുന്ന ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്കായി, പകരം എന്ത് തരും? പകരം എന്ത് തരും?
ഞാൻ മരിക്കാതിരിക്കാൻ, നീ മരിക്കാതിരിക്കാൻ, ശാപം എന്നെ നിന്നെ തകർക്കാതിരിക്കാൻ രണ്ട് കര ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച അരുമനാഥന് ഇന്ന് പകൽ നന്ദിയോടെ സ്തുതിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അവിടുന്ന് ക്രൂശെ കടന്നു പറഞ്ഞ മൊഴികളെല്ലാം നമ്മളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശങ്ങളല്ലേ. ഒന്നാമത്തെ അവിടുത്തെ മൊഴി, സ്തോത്രം, അത് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് 5-ാമത്തെ മൊഴി എന്നാണ് തുടങ്ങേണ്ടത്. 5-ാമത്തെ മൊഴി എന്താ? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളുടെ നടുവിൽ ദാഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? ഇന്നു പകലും ചില പ്രതിസന്ധികളുടെ നടുവിൽ ദാഹമുള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ചിരിച്ചോണ്ട് നിൽക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, വ്യക്തിപരമായ പല വിഷയങ്ങളും ഞങ്ങളെയും ദാഹിപ്പിക്കുന്നതാ. എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കാത്ത ഏത് മനുഷ്യനാ ഉള്ളത്? അത് മനുഷ്യന്റെ വ്യക്തിപരമായ നൊമ്പരവാ. മനുഷ്യൻ ഉറക്കെ പറയുക, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്ന മനുഷ്യൻ 4-ാമത്തെ മൊഴി ചോദിക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്താ? പ്രതിസന്ധികളുടെ നടുവിൽ കൈവിടപ്പെട്ടെന്നൊരു തോന്നൽ വന്നപ്പം 4-ാമത്തെ മൊഴി ചോദിക്കുക, എന്നെ കൈവിട്ടതെന്താ? അപ്പം തൊട്ടു താഴെ നോക്കിയപ്പോൾ എന്തുണ്ട്? കൈവിടപ്പെട്ടവളെന്ന് തോന്നുന്ന ഒരു സ്ത്രീ സ്വന്തം മകന്റെ നെഞ്ചിനകത്തൂടെ വാള് കയറിപ്പോകുന്നത് കണ്ടുകൊണ്ട് നിസ്സഹയായി നിൽക്കുന്ന ഒരമ്മ, ആ അമ്മയെ കണ്ടുകൊണ്ട് എന്റെ നാഥൻ പറയുക, നീ കൈവിടപ്പെട്ടവളല്ല, നിനക്കൊരു കൂട്ടുണ്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഇതാ കാൽവറിയുടെ സമ്മാനം ഏത് കൈവിടപ്പെട്ടവനും. കൂട്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ലോകം മുഴുവൻ നിന്നെ അവഗണിച്ചാലും, ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ലോകം മുഴുവൻ നിനക്കെതിര് നിന്നാലും നിനക്കൊരു കൂട്ട് സമ്മാനിക്കുന്ന സ്ഥലമാ കാൽവറി. അവക്ക് കൂട്ടു മേടിച്ചു കൊടുക്കുന്നത് കണ്ടപ്പം തൊട്ടപ്പുറത്ത് കിടന്ന് ഒരുത്തൻ ചോദിക്കുക, കള്ളനാ ചോദിക്കുക, ഞാൻ താമസിച്ചോ? അപ്പം പറയാ, നോ 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 നോ, യു ആർ നോട്ട് ലേറ്റ്. നീ താമസിച്ചിട്ടില്ല, നിനക്കൊരു പറുദീസ ഞാൻ തരാം. ഈ പകൽ അവഗണിക്കപ്പെട്ട ഏത് മനുഷ്യനും, എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് ഇതൊന്നും പ്രസംഗിക്കാനല്ല ഇവിടെ വന്നത്, പക്ഷെ ദൈവാത്മാവനോട് വളരെ ശക്തമായിട്ട് ഇടപെടുക. ഒത്തിരി റിജക്റ്റഡ് ആണെന്ന് തോന്നുന്ന നിന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് ചേർത്ത് പിടിക്കാൻ. നീ മരിക്കത്തില്ല, നിന്റെ ചരിത്രത്തെ മാറ്റാൻ ഈ പകൽ കാൽവറി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ താമസിച്ചിട്ടില്ല. അപ്പം വേറെ കുറെ മനുഷ്യര് അവരോട് ഇവരോട് ക്ഷമിച്ചേക്ക്, യു ആർ നോട്ട് ലോസ്. നിങ്ങൾ കൈവിടപ്പെട്ടവരല്ല. നിങ്ങളുടെ ചരിത്രം ഇന്ന് മാറുകയാ. ഇന്ന് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രാവിലെ ആ മനുഷ്യൻ ജോലിക്ക് പോയതാ. ആഫ്രിക്കയിലെ കൊറേന എന്ന സ്ഥലത്ത് നിന്ന് പലസ്തീൻ അടിമകളായി പാർക്കുന്നവരാ കൊറേനക്കാര്. കൊറേനക്കാരെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കാത് തുളയ്ക്കപ്പെട്ടവൻ, അടിമ, കറുത്തവർഗക്കാരനായ മനുഷ്യൻ. രാവിലെ അയാൾ ജോലിക്ക് പോയത് ആൾക്കൂട്ടം കണ്ടുകൊണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പാസ്റ്റർ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിച്ച് രാവിലെ ആലപ്പുഴ വഴി ചങ്ങനാശ്ശേരിയിലോട്ട് വരിക. അപ്പോൾ ഒരാൾക്കൂട്ടം എന്തോന്നറിയാനായിട്ട് ചുമ്മാ ഒന്ന് വണ്ടി നിർത്തി. മീനായിരിക്കും നിങ്ങളുടെ നിർത്തിയപ്പം മീനൊന്നുമല്ല, ഞങ്ങളുടെ അങ്ങ് പമ്പയാറ്റി ഒരു മനുഷ്യൻ ചാടിയതാണ്. അയാളുടെ ബോഡി 5-ാമത്തെ ദിവസം ഇവിടെ കാവാലത്ത് പൊങ്ങിയിരിക്കുക. അതെടുക്കാനായിട്ട് SI സർക്കിള് എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഏതായാലും രാവിലെ കണ്ടതല്ലേ കണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ സർക്കിൾ വിളിക്കുക മത്തായിച്ചനെ വിളിച്ചപ്പം എൻ്റെ കൂട്ടൊക്കെ മുണ്ടൊക്കെ ഉടുത്തു നിൽക്കുന്ന ഒത്തിരി പേര് ഇവിടെ നിൽപ്പുണ്ട്. ആരും വരുന്നില്ല. ഒരൊറ്റ കൈലിയും
ഒരൊറ്റക്കുറിയാണ്ടും ഒക്കെ ഇട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാ മത്തായിച്ചൻ. ഈ മനുഷ്യൻ ഇങ്ങനെ വരുമ്പം എൻ്റെ മനസ്സ് പോയത് ഈ ഈ ഈ ഈ ഗത്സമനിലോട്ടാ, ഗബതയിലോട്ടാ. ആൾക്കൂട്ടം എല്ലാം നിൽക്കുക, പടയാളികൾ നിർബന്ധിച്ചു, ക്രൂശിൻ്റെ അറ്റ എടുപ്പിച്ചു. ശീമോനുണ്ടായ നഷ്ടം, അന്നത്തെ ജോലി പോയി. ഗത്സമനെ കൊണ്ട്, ഗൊൽഗോത്തെ കൊണ്ട് അത് എത്തിച്ചേച്ച് തിരിച്ചു പോരാൻ നോക്കുമ്പോൾ ഇല്ല. 3 മണി നേരം എല്ലാം ഭയങ്കര ഇരുട്ട്. പുള്ളി അവിടെ നിന്നുപോയി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, തിരിച്ചു പോര്. അതും കൂലിപ്പണിക്കാര് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ലൂലു എന്നാണോ സാധനം മേടിച്ചുകൊണ്ട് വരുന്നത്? അല്ല. അവരെപ്പോഴും വരുമ്പോൾ റേഷനരിയും മണ്ണെണ്ണയും പിന്നെ ഇച്ചിരി മിച്ചം പൈസ ഉണ്ടെങ്കിൽ ഒരു പരിപ്പോടെയോ അല്ലെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റോ ഒക്കെ അല്ലേ പിള്ളേർക്കാ. എന്നും 6 മണിക്ക് വരുന്ന അപ്പൻ 6:30 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 7:30 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 8:30 കഴിഞ്ഞു, 8:45. എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയാം, ചേച്ചാ യോഗം കഴിഞ്ഞ് ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഇങ്ങ് വരണം. അവൾ പറയുന്നത്, നിങ്ങൾ ഈ വരാമെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ വന്നില്ലെങ്കിൽ ഇവന്മാരിവിടെ കൃപായുഗം അവസാനിപ്പിച്ച് മഹോദ്രവം ആരംഭിക്കുമെന്ന് പറയുന്നത്. എൻ്റെ പിള്ളേർ വളരെ പാവം പിള്ളേരാണ്. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാ. ഏറ്റവും ഇളവനാ, ഏറ്റവും പാവം അവനാ. കഴിഞ്ഞ ആഴ്ച പെര കത്തിച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പിള്ളേർ അത്രയ്ക്ക് ശാന്തരാ. എന്നൊരു 8:45 ആകുമ്പോഴത്തേന് ഇവിടുത്തെ ഒരവസ്ഥ. 9 ഉമ്മറത്തൊരനക്കം. രൂപോസ് അലക്സാണ്ടറിനോട് പറഞ്ഞു, അപ്പനാന്ന് കേട്ടപ്പോഴത്തേന് 2 പേരും കൂടെ ഒരൊറ്റ ഓട്ടം ഓടി വന്ന് അപ്പനെ കെട്ടി പൊതിക്കെട്ട് പിടിച്ച്. ഇല്ല, പൊതിക്കെട്ടില്ല, പക്ഷെ വെട്ടത്ത് വന്ന് നോക്കിയപ്പോൾ അവർ കണ്ടു, രൂപോസ് കണ്ടു അലക്സാണ്ടറിന്റെ ദേഹത്ത് ചോര, അലക്സാണ്ടർ കണ്ടു രൂപോസിന്റെ ദേഹത്ത് ചോര. അവർ 2 പേരും കണ്ടു അപ്പന്റെ ദേഹത്ത് ചോര. അവർ പറഞ്ഞു, ദണ്ണമ്മേ അപ്പന്റെ ദേഹത്ത് ചോര. അമ്മ ചോദിച്ചു, എന്നാ പറ്റിയച്ചാ? മുതലാളി തല്ലിയ? ഇല്ല, ഞാനിന്ന് അങ്ങോട്ട് പോയില്ലല്ലോ. പിന്നെങ്ങനെ തല്ല് കിട്ടുന്നത്? ആരെയും തല്ലി? ഇല്ല, പിന്നെങ്ങനെ നിങ്ങളുടെ ദേഹത്ത് ചോര വന്നേ? എടി, നമ്മുടെ നാട്ടിക്കൂട് ഇന്നലെ വരെ പ്രവചിച്ചുകൊണ്ട് പോയ നസ്രത്തുകാരൻ യേശുവില്ലായിരുന്നോ പ്രവാചകൻ? അദ്ദേഹത്തിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദിവസം നിന്ന് ഉഴവുചാല് പോലെ കീറപ്പെട്ട പുറത്തുനിന്ന് ഒഴുകിയ ചോര മുഴുവൻ എൻ്റെ ദേഹത്ത് വരാൻ കാരണം ആ ക്രൂശിൻ്റെ അറ്റം ഞാൻ ചുമക്കേണ്ടി വന്നു. ഞാൻ വന്നിവിടെ വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഈ പിള്ളേർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ട് ഇതുങ്ങളുടെ ദേഹത്ത് ആ ചോരയായതാ. നീ ആ ലൈബോയുടെ സോപ്പിങ് എടുക്ക്, നമുക്കത് കഴുകിക്കളഞ്ഞേക്കാം. ഇന്ന് പകൽ എൻ്റെ ചോദ്യം, ഇത് കഴുകിയാ മാറുന്ന ചോരയാണോ അതോ ചരിത്രത്തെ മാറ്റുന്ന ചോരയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 25 വർഷം കഴിഞ്ഞപ്പോൾ ലൂക്കോസ് സുവിശേഷം എഴുതുക. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 25 വർഷം കഴിയുമ്പോൾ 25 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് മരിച്ചുപോയ ഒരാളുടെ കാര്യം സുരേഷ് ബാബു പാസ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നവരുടെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞാലേ അറിയത്തുള്ളൂ, അല്ലെ? ഇന്ന് ശീമോന്റെ പിള്ളേർ അറിയപ്പെടുന്നവരാ, കവലച്ചട്ടമ്പികളല്ല, കർത്താവിൽ പ്രസിദ്ധരാ. എന്താ നിന്റെ ചരിത്രം മാറ്റിയത്? ഈ ചോര ആരുടെ ചരിത്രം മാറ്റാത്തത്? ഇന്ന് പകൽക്കാലം ദാഹം കൊണ്ട് മരിക്കുന്ന ഏത് മനുഷ്യന്റെ ചരിത്രത്തെ മാറ്റാൻ എനിക്കറിയാം. ഇന്ന് പകൽ ചില കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കുക. ഉറക്ക വിളിക്കുന്ന യേശുവെ നുള്ളു തുറന്ന് വിളിക്ക്. നമ്മൾ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനെ ഉയർത്താനല്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ ഉയർത്താനല്ല. നമുക്കിന്ന് പകൽ ഉയർത്താൻ ഒരുവനേ ഉള്ളൂ. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ നമുക്ക് വേണ്ടി അവിടുത്തെ രക്തം സമ്മാനിച്ചവൻ പകരം എന്തു നൽകും ഞാൻ ഇനി? എനിക്കങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശക്തമേറിയ ദൈവസ്ഥാനത്ത് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ചില പ്രിയപ്പെട്ടവരുടെ ചരിത്രം ഇന്ന് പകലും മാറും. നിന്റെ വീടിന്റെ ചരിത്രം ഇന്ന് പകലും മാറും. ഞങ്ങളുടെ വീടിന്റെ ചരിത്രം മാറ്റിയത് ഈ ചോരയാ. എന്തും
എനിക്ക് സന്തോഷമുള്ള, ഞാനിപ്പോഴും ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ സുരേഷ് ബാബു. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തെ ഇരുത്തി ഞാൻ പൊക്കുമല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം 92 കാലഘട്ടത്തിലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്, 11ാമത്തെ വയസ്സിൽ. അന്ന് ദൈവാസൻ ഒത്തിരി ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലമാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു സ്ഥലമാണ് മാർത്താണ്ഡം മുതൽ അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ. മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ, തിരുനെൽവേലി, ആ സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രൂപപ്പെടുത്തിയ സ്ഥലങ്ങളാണ്. അവിടെ ഒരു ട്രാൻസ്ഫർ എനിക്ക് തോന്നുന്നു അദ്ദേഹം കഴിഞ്ഞ പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ പോയേ ഒരു 25 വർഷം പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി ഈ ഭാഗത്ത് എൻ്റെ പേര് കേട്ടാൽ അറിയാത്ത ആരുമില്ല. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും, എല്ലാ വെള്ളി, ശനി, ഞായർ, സ്തോത്രം, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ഇന്നെന്തെങ്കിലും ഒന്നായിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യ, ഈ പുസ്തകം ഞങ്ങളുടെ ചരിത്രം മാറ്റും. ഇന്ന് പകൽ ഈ ഡോറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഉള്ളു തുറന്ന് വിളിക്കാവോ? യേശുവേ ഉള്ളു തുറന്ന് വിളിക്കാവോ? ശബാര, നിങ്ങൾ കൈവിടപ്പെട്ടവനല്ല, നിങ്ങൾ താമസിച്ചിട്ടല്ല. ശബാരാധരാധരാധര, നിനക്കൊരു പർദീസയുണ്ട്. നീ ദാഹം കൊണ്ട് മരിക്കണ്ട, നിന്റെ ജീവിതത്തെ മാറ്റാൻ. ശബാര, ഓ ഹല്ലേലൂയ. ഉള്ളു തുറന്ന് വിളിക്കുന്ന യേശുവെന്ന് വിളിക്ക്. ചില ചെറുപ്പക്കാരെയൊക്കെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി തൊട്ടുകൊണ്ടിരിക്കുക. ചില കുഞ്ഞുങ്ങളുടെ മേലൊക്കെ വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം മരുഭൂമിയുടെ 2 പ്രത്യേകത ഞാൻ പറഞ്ഞു. 1, സ്വപ്നങ്ങൾ തകരുന്ന സ്ഥലം. 2, ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം. ഇനി മരുഭൂമിയുടെ 3ാമത്തെ പ്രത്യേകത, 4ാമത്തെ പ്രത്യേകതയായി ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, ഈ സഭയോട് പറയാനുള്ള ദൂത്. എന്നാലും 3ാമത്തെ പ്രത്യേകത ഇതൊന്നും അറിയണം. യെശയ്യാവ് 23:13 വായിച്ചു. യെശയ്യാവ് 23:13. യെശയ്യാവ് 23:13. അതിനെ 23:13 അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നു. മരുഭൂമിയുടെ 3ാമത്തെ പ്രത്യേകത, അതെന്തിനു വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുക? മരുമൃഗങ്ങൾക്കായി നിയമിക്കപ്പെട്ടിരിക്കുക. തിരുവചനം പഠിക്കുമ്പോൾ 8ഓളം മരുമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇവരെല്ലാവരും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്, സ്വത്രം. പക്ഷെ ഇന്നൊരു ഷിഫ്റ്റിങ് നടക്കുമെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ആരൊക്കെ ഈ മരുമൃഗങ്ങൾ? 1, ഇയ്യോബ് 24:5 കാട്ടുകഴുത. അതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നിന്ന് അലറിയ 3 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ളൂർ കേൾക്കും. സ്വത്രം. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, എവിടെയെങ്കിലും പച്ചപ്പ് കണ്ടാൽ അത് മുഴുവൻ അത് തിന്നും. അതുമാത്രമേ എല്ലാത്തിനോടും അത് ഇണചേരും. സ്തോത്രം. ഇതിൽ നിന്നൊരു നന്മ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അതിനൊറ്റ ആഗ്രഹമുള്ളൂ, വേണം 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 വേണം. അതിൻ്റെ കീഴിലാണ് നിങ്ങൾ പറക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഗതി പിടിക്കുമോ? എത്ര അധ്വാനിച്ചുകൊണ്ട് വന്നാലും കടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന സാധനമാണേത്. ഇനി 2ാമത്തെ മരുമൃഗം, മലാക്കി 1:3 കുറുനരി. എന്താ പ്രത്യേകത? വേഗത്തിലോടും, ഭയങ്കര ചാട്ടം, പുറകീന്നാ വന്ന് കടിച്ചു കീറുന്നത്, ചതിച്ചു വീഴ്ത്തുക ചെയ്യുന്നത്. മുന്നിൽ നിന്ന് ചിരിച്ചേച്ച് പുറകീന്ന് നിന്നെ ചവിട്ടി വീഴ്ത്താൻ നിൽക്കുന്ന ചില കുറുനരികൾ. സ്തോത്രം. ഇനി അടുത്തത് 102-ാം സങ്കീർത്തനം 6-ാം വാക്യം, വേഴാമ്പൽ. അതിനും ഗുണമില്ല, വല്ലപ്പോഴും അതിന് മഴ കിട്ടുന്ന, പിന്നെ അതിനെ കൊണ്ട് നമുക്ക് വല്ല ഗുണവും ഇല്ല. വേഴാമ്പൽ. പിന്നൊരു സാധനം അവിടെ തന്നെ കിടപ്പുണ്ട്, മൂങ്ങ. ഞാനടുത്ത് പാവാന്ന്. ഈ മറ്റു പക്ഷികളൊക്കെ ഇതിനെ കൊത്തുന്നത്. പിന്നെ മനസ്സിലായത്, ഇരുട്ടായാൽ ഇങ്ങേറെ ഭാവം മാറും. ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏത് പക്ഷിയുടെയും കുഞ്ഞിനെ കടിച്ചു കീറുന്ന ജീവിയാ മൂങ്ങ.
ഇരുട്ടിന്റെ മറ പിടിച്ച് നിന്റെ തലമുറയെ വേട്ടയാടാൻ നിൽക്കുന്ന മരുമൃഗമാ മൂങ്ങ. അടുത്തത് ഒട്ടകപ്പക്ഷി. അയച്ചോ, വിലാപങ്ങൾ 4:3, ഇയ്യോബ് 39:13. വിലാപങ്ങൾ 4:3. കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയെ പോലെ ക്രൂരയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സഹതാവോ ഇല്ല. 39:13 ഇയ്യോബിൽ നമുക്ക് അതിന്റെ സ്വഭാവം കാണാൻ പറ്റും. വായിച്ചോ. ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറവും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അടുത്തത് അത് നിലത്ത് മുട്ടയിട്ടേച്ച് പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. അപ്പൊ ഇതാ ഒട്ടകപ്പക്ഷി. ചിലർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ കുറെ നാളായിട്ട് കിടന്ന്. അടുത്തത് അസ്ത്രനാഗം, തേള്. വാക്യങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഉൽപ്പത്തി 37:22, യെശയ്യാ 34:15. 8ഓളം മരുമൃഗങ്ങൾ. ഇതിന്റെ നടുവിൽ കടന്ന് നീ കറങ്ങുമ്പോ ഇന്ന് പകൽ നിന്നെ കാണുന്ന ഒരുത്തരും ഇവിടെ വന്നിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഒരു ഷിഫ്റ്റ് എന്റെ ലൈഫിൽ ഇന്ന് പകൽക്കാലം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുന്നത്. നിന്റെ ജീവിതം മാറാൻ പോവുക. നിനക്കൊരു നല്ല കൂട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. നിന്നെ ഊറ്റിയെടുക്കുന്ന, നിന്നെ കഷ്ടപ്പെടുത്തുന്ന, നിന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന, നിന്നെ നൊമ്പരപ്പെടുത്തുന്നത് മാത്രമാ ഇന്ന് വരെ നീ അനുഭവിച്ചിട്ടുള്ളത് മുഴുവൻ. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ ചരിത്രത്തെ മാറ്റത്തക്ക നിലയിൽ നിന്നെ കാണുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ നിനക്കത്തിരിപ്പുണ്ട്. വാത്സല്യം ഇല്ലാത്ത ഒട്ടകപ്പക്ഷി. ദൈവമക്കൾ വാത്സല്യം ഇല്ലാത്തവരാകരുത്. ഒട്ടകപ്പക്ഷിക്ക് 8 അടി നീളമുണ്ട് അതിന്റെ ചിറകിന്. പക്ഷെ വാത്സല്യം കാണിക്കാത്തത് കൊണ്ട് അതൊരിക്കലും പറക്കത്തില്ല, അല്ലേ? അപ്പൊ കാഹളം കേൾക്കുമ്പോൾ പറക്കണമെങ്കിൽ എന്തുണ്ടാകണം? ജീവിതത്തിൽ ഒരു വാത്സല്യമൊക്കെ ഉണ്ടാകണം. ജീവിതത്തിൽ ആരോടെങ്കിലും ഒക്കെ ഒരു മനസാക്ഷി കാണിക്കാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാഹളസ്വരം കേൾക്കത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ പറക്കുന്നേ? സ്വപ്നങ്ങൾ തകരുന്ന സ്ഥലം, ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം, മരുമൃഗങ്ങൾക്കായി നിയമിക്കപ്പെട്ട സ്ഥലം. അത് 3 വിടട്ടെ. എനിക്കിന്ന് പകൽ ഇവിടുത്തെ ചർച്ചിനോട് പറയാൻ 4ാമത്തെ ഒരു ദൂതുണ്ട്. എന്താ മരുഭൂമിയുടെ 4ാമത്തെ പ്രത്യേകത? വേഗം വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിനെന്ന്. മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുക. ആരെ കുറിച്ചാ പറയുന്നേ? യോസഫിനെ കുറിച്ച്. വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടുന്ന സ്ഥലമാ മരുഭൂമി. നിന്റെ വാഗ്ദത്തം മണ്ണിട്ട് മൂടാൻ ദൈവം സമ്മതിക്കുമോ? ഇല്ലെന്നുറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ആരെല്ലാം നിനക്കെതിരെ പരിശ്രമിച്ചാലും ഇന്ന് പകൽ നിന്നെ കാണുന്ന ഒരു ദൈവം പറയുകയാ, നിന്റെ വാഗ്ദത്തം മണ്ണിട്ട് മൂടോ. ഹാഗാറിനെ കണ്ട അതേ ദൈവം നിങ്ങൾ ഇവിടെ മുതൽ ഇച്ചിരൂടെ എൻ്റെ കൂടെ ശ്രദ്ധിച്ചു വരണം. ഒരു ഭയങ്കര ദൂതിലോട്ട് ഇന്ന് പകൽ ചർച്ചനെ ഞാൻ കൊണ്ടുപോകാൻ പോവാ. സെക്കരിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യം വായിച്ചേ. ഈ വാക്യം ഭയങ്കരമായിട്ട് ദൈവം ഈ ഉപവാസപ്രാർത്ഥനയിൽ ഈ സഭയോട് പറയാൻ എന്നെ ഏൽപ്പിച്ച വാക്യമാണ്. വായിച്ചോ. സെക്കരിയാവ് 4:9-10. ഹാഗാറിനെ കാണുന്ന അതേ ദൈവം തന്നെ പറയുന്നൊരു ദൂത. വായിച്ചോ. സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും. അടുത്ത വാക്യം. അല്പകാര്യങ്ങളുടെ ദിവസത്തെ
ആർ തുച്ഛീകരിക്കും? സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരൂബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. എല്ലാരും ശ്രദ്ധിച്ചേ, സെരൂബാബേലിന്റെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്? തൂക്കുകട്ട. ഹാഗാറിനെ കണ്ട ദൈവം, യോസഫിനെ കണ്ട ദൈവം, ആ ദൈവം ഇന്ന് എന്ത് കാണുന്നു? നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കാണുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് ദൈവം എന്ത് ചെയ്യുക? സന്തോഷിക്കുക. എന്നാ കാരണം? തൂക്കുകട്ട എന്തിനുള്ളതാ? തൂക്കുകട്ട പണിയാനുള്ളതാ അല്ലേ? പണിക്ക് ഉപയോഗിക്കുന്ന സാധന തൂക്കുകട്ട. സെരൂബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകട്ട ഇരിപ്പുണ്ട്. കുറെ നാളായിട്ട് അവന്റെ കയ്യിൽ ഇതിരിക്കുക. ഇതുകൊണ്ട് അവനൊരു പ്രയോജനമില്ല, ആ തൂക്കുകട്ടം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. പക്ഷെ ദൈവം പറയുക, ഇന്ന് ഈ തൂക്കുകട്ട ആര് കാണുന്നുണ്ട്? ഞാൻ കാണുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സന്തോഷിക്കുന്നുണ്ട്. എനിക്കറിയാതെ ഇപ്പൊ സ്വത്രം പറയാൻ പറ്റിയ ഒരു വകുപ്പല്ല, മനസ്സിലാകാത്തത് കൊണ്ട്. എന്താ ശരിക്കും ഈ തൂക്കുകട്ടയുടെ അർത്ഥം? ഇത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തെ നിങ്ങൾ ഇച്ചിരി ഒന്ന് പഠിക്കണം. എസ്രയുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെയാണ് ഈ തൂക്കുകട്ടയുടെ ചരിത്രത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അത് വളരെ ലളിതമായിട്ട് ഞാനങ്ങ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യെരൂശലേം ദേവാലയം നെബൂഖദ്നേസർ എന്ത് ചെയ്തു? തകർത്തു അല്ലേ? അത് തകർത്തേച്ച് ഒരു പറ്റം ആളുകളെ എങ്ങോട്ട് കൊണ്ടുപോയി? ബാബേലിലേക്ക് പിടിച്ചോണ്ട് പോയി അല്ലേ? ദാനിയേൽ 1:3 പിടിച്ചോണ്ട് പോയപ്പോൾ മുതലുള്ള സ്ട്രാറ്റജി ആയിരുന്നു അവരുടെ ഭാഷ മാറ്റാനായിട്ട് എന്ത് ചെയ്തു? ശ്രമിച്ചു അല്ലേ? എന്നാൽ ആ കൂട്ടത്തിൽ ദൈവം ഇങ്ങനെ ഉദ്ധരിച്ച് തൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഒരു കൂട്ടത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നെബൂഖദ്നേസർ തകർത്ത ആലയം പണിയാനായിട്ട് ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തു. എന്തായുടെ പേര്? ജാതിക രാജാവായ കോരശ് അല്ലേ? എവിടെ അത് കാണാൻ പറ്റുന്നത്? എഴുതിയെടുത്താൽ മതിയേ, ഇട്ടച്ച് പോകരുത്. എഴുതിയെടുത്തോണ്ട് പോകണം, ഇട്ടച്ച് പോകരുത്. ഞാൻ എഴുതാൻ വേണ്ടി പറയുന്നത് വളരെ ലളിതമായിട്ട് പറയാൻ വേണ്ടിയാണ്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. പേർഷ്യൻ രാജാവായ കോരശിന്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുക? ഉണർത്തുക. അങ്ങനെ BC 538 കോരശ് ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുക. എന്താ? യെരൂശലേം ആലയം പണിയപ്പെടണം. അതിനുവേണ്ടി എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കണമോ അതെല്ലാം ഒരുക്കിക്കൊണ്ട് എന്ത് ചെയ്തോണം? പോയി ആലയം പണിയണം. അങ്ങനെ 537 BC 2 കൂട്ടർ യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് യെരൂശലേമിലേക്ക് വരികയാണ്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 537 BC ശേഷ്ബസ്സറിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം യെരൂശലേമിലേക്ക് വരുന്നു. എസ്രായുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ് യെരൂശലേമിലേക്ക് വരുന്നു. അപ്പം 538 കോരശ് കൽപ്പന കൊടുക്കുന്നു ആലയം പണിയാൻ. 537 2 ഗ്രൂപ്പ് യെരൂശലേമിലേക്ക് മാർച്ച് ചെയ്തു വരുന്നു. ആരുടെയൊക്കെ നേതൃത്വത്തിൽ? ശേഷ്ബസ്സറിന്റെയും സെരൂബാബേലിന്റെയും നേതൃത്വത്തിൽ. 3-ാം അധ്യായം എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം വാക്യം, എസ്രയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ആ വാക്യത്തിലേക്ക് വരുമ്പം 536 ഈ 2 ഗ്രൂപ്പും കൂടെ വന്നിട്ട് ആലയത്തിലെ യാഗപീഠം പണിയുക. കണ്ടോ? പോന്ന പോക്ക് കണ്ടോ? 538 കൽപ്പന, 537 2 ഗ്രൂപ്പ് വരുന്നു. 536 എന്ത് ചെയ്തു? അവർ യാഗപീഠം പണിതു. യാഗപീഠം പണിത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചു? ഇത് വായിക്കണം. 4-ാം അധ്യായം 4-5 വാക്യം, 24-ാം വാക്യം. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം 4-5 വാക്യം, 24-ാം വാക്യം. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. പണിയാതിരിക്കേണ്ടതിന് അവരെ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. ഇനി 24-ാം വാക്യം വായിച്ചേ. 24-ാം വാക്യം. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. കണ്ടോ? നിങ്ങൾ കണ്ടോ ഈ സംഭവം? കണ്ടോ? 538 രാജകൽപ്പനയാൽ മാർച്ച് ചെയ്യപ്പെട്ട് 537 ഇവിടെ വന്നിട്ട് 36 ആലയത്തിലെ യാഗപീഠം പണിതിട്ട് ബാക്കി പണിയാൻ ആരംഭിച്ചപ്പം പണി ചിലരെന്ത് ചെയ്തു? ഗൂഢാലോചന കഴിച്ച് മുടക്കി.
വലിയൊരു ആരംഭമൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പണി മുടങ്ങിക്കിടക്കുക. എത്ര നാൾ ഈ പണി മുടങ്ങിക്കിടന്നെന്നറിയാം? 535 മുതൽ 520 വരെ 15 വർഷം. 1-2 വർഷമല്ല, 15 വർഷം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേട്ടെ. ഒരു പെരത്തറ പണിത് വെച്ച് 15 വർഷം പിന്നൊരു കട്ട വെക്കാൻ പറ്റാതെ കിടന്നാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? 15 വർഷമൊന്നും കിടന്നിട്ടില്ലേലും ഒരു പെരത്തറ പണിത് വെച്ച് 1.5 വർഷം പണിയാതെ കിടന്നതാണ് എൻ്റെ വീട്. റാന്നിന്ന് ദൈവാലോചന പ്രകാരം തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂര് പടിഞ്ഞാറ്റോതറയിൽ ഒരു സ്ഥലം ഞങ്ങൾ മേടിച്ചു. സ്ഥലം മേടിച്ചു, തറ കെട്ടി, 44 പില്ലറയിൽ തറ കെട്ടി. മടന്നുള്ള വീട് വിൽക്കാൻ ഒരു മടി, എന്തോ ഒരു ധൈര്യക്കുറവ്. 1.5 വർഷം പണിയാതെ അവിടെ കിടന്നു. അങ്ങനെ പണിയാതെ കിടക്കുന്ന സമയത്ത് ഇന്ന് നിത്യത വിശ്രമിക്കുന്ന ധർമ്മക്കണ്ണൻ എന്ന് പറയുന്ന ദൈവാസൻ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് ദൂത് പറഞ്ഞു, 2 അമ്പലത്തിൻ്റെ നടുക്കാണ് നീ ഇപ്പൊ പാർക്കുന്നത്, ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠ ചെയ്തു വരുന്നു. 3 എണ്ണത്തിൻ്റെ നടുക്ക് ഒരു പെരത്തറ ഒത്തിരി നാളായിട്ട് അനക്കമില്ലാതെ കിടക്കുന്നു. അദ്ദേഹം അത് പറഞ്ഞേച്ചു പോയി. അത് കഴിഞ്ഞ് വേറൊരു ദൈവാസം വന്നു വെച്ച് എൻ്റെ പപ്പയെ നോക്കിക്കൊണ്ട് ദൂത് പറയുക, അച്ഛാ ഈ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റേച്ച് തിരുവല്ല ഭാഗത്ത് പോയി ഒരു പെരത്തറ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരാൽത്തൈ കിളുത്ത് നിൽപ്പുണ്ട്, ഒരാൽത്തൈ. ആ ആൽത്തൈ ഇപ്പോൾ ആൽത്തയ്യ, അത് മരമായാൽ ഒരു കാരണവശാലും ഇനിയും അവിടെ പണി നടക്കത്തില്ല. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അപ്പനും അമ്മയും അപ്പൻ്റെ പെങ്ങളുടെ ഭർത്താവും കൂടെ ഈ പെരത്തറ വന്ന് നോക്കിയപ്പോൾ ഒരാൽത്തൈ. എൻ്റെ അമ്മ യേശുവിൻ്റെ നാമത്തിൽ അത് പിഴുതു കളഞ്ഞു. എപ്പോൾ അത് പിഴുതോ അപ്പം മുതൽ ബ്ലീഡിങ് ആരംഭിച്ചു. ഞങ്ങൾ 2 ആമ്പിള്ളേർ, അമ്മ 5 ആശുപത്രി കൊണ്ടുപോയി, പലതും ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു വിടുതലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ പണി പിന്നെ ആരംഭിച്ചു. 1ാമത്തെ നില പണിത് കഴിഞ്ഞേച്ച് ഈ പവർഷൽ എൻ്റെ കൂടെ ഒരു ജെയിംസ് ചാക്കോ പാസ്റ്ററുണ്ട്, നിങ്ങൾക്കറിയാം. ആ ദൈവാസനും ഞാനും കൂടെ 7 ദിവസം ആ പെരത്തറ ചുമ്മാതെ കോൺക്രീറ്റ് തറയിൽ ഞങ്ങളിങ്ങനെ 7 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാവിലെ ജെയിംസാന് ദൈവാത്മാവ് ഒരിടപെടൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് ഒരു പ്രത്യേക രോഗത്തിന് സൗഖ്യം ഉണ്ടാവുക, കത്തിയില്ലാത്തൊരു വിടുതൽ. അന്ന് എൻ്റെ അമ്മയ്ക്ക് വിടുതൽ ദൈവം കൊടുത്തു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, 1.5 വർഷം ഒരു പെരത്തറ മുടങ്ങിക്കിടന്നാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ 15 വർഷമായിട്ട് ഇത് മുടങ്ങിക്കിടക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഒത്തിരി സർട്ടിഫിക്കറ്റ് നിൻ്റെ കയ്യിലിരിപ്പുണ്ട്, IELTS പേപ്പറുമുണ്ട്, OETയുടെ പേപ്പറുമുണ്ട്, എല്ലാം കൈ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇരിക്കുന്നതല്ലാതെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരനക്കമില്ലാതെ കുറെ നാളായിട്ട് ചിലതിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഒരു ചലനം ഞാൻ അയക്കാൻ പോവുക. എങ്ങനെയാ ബ്രദറെ സംഭവിക്കുന്നത്? പറ, സൈന്യത്താലല്ല. 15 വർഷമായിട്ട് ചിലത് മുടങ്ങിക്കിടക്കുമ്പോ ഹഗ്ഗായിയെ അയച്ചതുപോലെ, സെക്കരിയാവിനെ അയച്ചതുപോലെ, പാസ്റ്റർ സുരേഷ് ബാബുവിന്റെ ചർച്ചിലേക്ക് ഇന്ന് പകൽ അനീഷ് തോമസിനെ ദൈവം അയച്ചത് എന്തിനാണെന്നറിയാവോ? കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലനമില്ലാതെ കിടക്കുന്ന നിന്റെ വിഷയത്തിനകത്ത് ഒരത്ഭുത പ്രവൃത്തി ദൈവം അയക്കുമെന്ന് പറയാനാ എന്നെ ഇന്ന് പകൽക്കാലം ദൈവം ഇവിടെ അയച്ചത്. ഓൺ ദ സ്പോട്ടിൽ ഇന്ന് പകൽക്കാലം വിടുതൽ നടക്കും. ഇന്നൊരത്ഭുതമാണ് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോകുന്ന പകല. ഒത്തിരി സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലിരിപ്പുണ്ട്, ഏത് ഇന്റർവ്യൂവിന് ചെന്നാലും നീ പാസ്സാകും. പക്ഷെ നിന്റെ പാസ്പോർട്ട് ഒരു രാജ്യത്തിന്റെ മുദ്ര കുത്താതിരിക്കാൻ എവിടൊക്കെയോ കെട്ടിവെച്ചിരിക്കുന്ന ആ കെട്ടുണ്ടല്ലോ, ഇന്ന് പകൽ അഭിഷക്തന്മാരായ ഞങ്ങൾ അധികാരത്തോട് അതിനെതിരെ ആത്മനിയോഗത്തിൽ പ്രതികരിക്കാൻ പോവുക. തട്ടി
തട്ടി മാറ്റിയിട്ടിരിക്കുന്ന ചില പോരുകൾ, തട്ടി മാറ്റിയിട്ടിരിക്കുന്ന ചില തടസ്സങ്ങൾ, കൊല്ലങ്ങളായിട്ട് വിവാഹത്തെ മുടക്കിയിട്ടിരിക്കുന്ന പോരുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അന്തരീക്ഷം ഇന്ന് പകൽ മാറാൻ പോവുക. ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ദൈവം ചെയ്യാൻ പോവുക. ചില പ്രിയപ്പെട്ടവരുടെ ഭാവിയെ പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അസാധാരണമായ ദൈവപ്രവൃത്തി ചില കുടുംബങ്ങളുടെ അകത്ത് ഇന്ന് പകൽക്കാലം നടക്കാൻ പോവുക. എന്റെ കാലത്തൊന്നും നടക്കത്തില്ലെന്ന് നീ വിചാരിക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കാലത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. പതിനഞ്ച് കൊല്ലമായിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു ചലനവുമില്ലാതെ വഴികൾ കെട്ടിയിട്ടിരിക്കുമ്പോ ഞാൻ പ്രസംഗിക്കുന്നത് മുഴുവൻ എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. 5 വർഷം ഒരു വിദേശ രാജ്യത്ത് ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പോകാൻ പറ്റാതെ എന്റെ പാസ്പോർട്ട് ബന്ധിക്കപ്പെട്ടതാ. 4 രാജ്യത്തത് ദൈവത്തിന് സ്വന്തം ബ്ലാക്ക് ലിസ്റ്റിലായതാ. 7 പ്രാവശ്യം അത് റിജക്റ്റ് ആയതാ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 5 വർഷം അത് കെട്ടപ്പെട്ട് കിടന്നതാ. പക്ഷെ എന്റെ ദൈവം കെട്ടഴിച്ചപ്പോ ഇന്നിപ്പോ പോകാൻ പറ്റാത്ത പോലെ യാത്രയാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇന്നീ ഡോറി ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ ചില നിയമക്കുരുക്കുകളെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റും. ഞങ്ങളൊക്കെ സഹോദരതുല്യമായി സ്നേഹിക്കുന്ന കർത്തൃദാസനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഭയെ വരുമ്പോ ഒരു അപമാനവും ഇല്ല ഇതൊന്നും പറയുന്നതിന്. എന്റെ ജീവിതം ഞാൻ പത്തനംതിട്ടയിൽ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു പകൽ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എന്റെ വഴികൾ എത്ര മാത്രം കെട്ടപ്പെട്ടതാണെന്നറിയാവോ? ഒരു 2012 എനിക്ക് തോന്നുന്നു ആ അച്ഛൻ തന്നെ പാസ സുരേഷ് ബാബുവിനും വിസയ്ക്കുള്ള ക്രമീകരണം അമേരിക്കയിൽ ഒരുക്കുന്ന എൻ്റെ ഒരു ധാരണ. പാസ ജോർജ് ബിച്ചാക്കോ 2008 അതെ ദൈവത്തിന് സ്തോത്രം. 12 എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ, അതുമായിട്ട് ഞാൻ ചെല്ലുമ്പം സകലമാന പ്രവാചകന്മാരും പറഞ്ഞു ഇത് കിട്ടും, ഇത് ദൈവ പദ്ധതിയാണ്. അന്നൊരു അത്ഭുതവും നടന്നു. അവരുടെ ചർച്ചിലെ ഒരു വിശ്വാസി ഇങ്ങനെ കാറ് വീടിൻ്റെ താഴെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. പക്ഷെ അത് ഇടിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വിളിച്ച് ദൈവാത്മാവിൽ ഈ ദൂത് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഇച്ചിരി കൂടെ ഡബിൾ കൺഫർമേഷനായി പാസ്റ്ററെ സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുക. പക്ഷേ കിട്ടിയില്ല. അന്ന് വെളുപ്പിനെ എൻ്റെ അപ്പനൊരു സ്വപ്നം കണ്ടു. കൊലച്ചു വന്ന ഒരു വാഴക്കൊല വെട്ടിക്കടലിലിട്ടു. ഒരിക്കലും പൊങ്ങി വരാത്തതുപോലെ അത് താണുപോയി. പക്ഷെ പത്തനംതിട്ട യോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യോഗത്തിൽ വാഗമണ്ണുകാരൻ ഒരു ദൈവാശ്രം വന്ന് വെച്ച് ദൂത് പറഞ്ഞു. 12 വർഷം മുമ്പ് വെട്ടിക്കടലിലിട്ടത് ഇനി ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞിട്ടത് ഇന്ന് പൊങ്ങി വരിക എന്ന് പറഞ്ഞു. 2 ആഴ്ചക്കകത്ത് എൻ്റെ പേപ്പറുകളെല്ലാം ശരിയായി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എത്ര കൊല്ലം മുമ്പ് നിന്റെ വെട്ടി താഴെയിട്ടതാണെങ്കിലും ഇന്ന് പകൽക്കാലം നിന്റെ മേൽ, എനിക്കറിയാം ഇതൊരു സാധാരണ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹൈ ഓഫീഷ്യൽസ് ആയിട്ടുള്ള ചിലരോട് നിന്റെ കരിയറിൽ ഒരു കരിനിഴൽ എന്ന് പറഞ്ഞു നിനക്ക് നേരെ നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ ഇന്ന് പകൽ തകർക്കുന്ന ഒരു ദൈവശക്തി ഇവിടെ ചലിക്കുക. എനിക്കറിയാം ആരോടൊക്കെയാ ഞാൻ ദൂത് പറയുന്നത്. മുന്നോട്ട് ഞാൻ വരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത ഇന്ന് പകല് വിശ്വസിച്ചോണം. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു അത്ഭുതം ഈ പകല് ദൈവം ചെയ്യാൻ പോവുക.
38 പറഞ്ഞ ആലോചന, 37 വലിയ രാജകീയ പ്രൗഢിയോടെ വന്ന് ആരംഭിച്ച പണി, 36 ആരംഭിച്ചത്, 35 മുടങ്ങിപ്പോയത്. പക്ഷെ ഹഗ്ഗായി 1:1, ഹഗ്ഗായി 2:10, 2:20, സെക്കരിയ 1:6 പ്രവാചകന്മാരെ ദൈവം അയച്ചു പറയുക, എന്റെ പണികളൊന്നും മുടങ്ങിക്കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ജനത്തോടുള്ള ഈ ദിവസങ്ങൾ, ഇത് നമ്മുടെ ഉത്സവ ദിവസങ്ങളാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു വലിയ ബ്രേക്ക് ത്രൂ ആകുഞ്ഞേ ദൈവം അത് ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോവുക. നടന്നു മുന്നേറുക അല്ല നീ, ഇന്ന് പകല് നീ തുള്ളിച്ചാടും. നീ ആത്മാവി തുള്ളിച്ചാടുന്ന പകലായത്. ഒരു വലിയ ബ്രേക്ക് ത്രൂ നിന്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കുന്ന നിമിഷമായത്. ദൈവം ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? എസ്ര 5:1. എസ്ര 5:1. ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അടുത്തത്, അങ്ങനെ സേൽത്തിയന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം തുടങ്ങി. ഒരു പ്രവചനം പണിയാൻ തുടങ്ങി. ഈ പകൽ ഒരു ശക്തമേറിയ പ്രവചനം ഇവിടെ മുഴങ്ങുക. ചില പണികൾ ആരംഭിക്കത്തക്ക നിലയിൽ ഒരു പ്രവചനം മുഴങ്ങുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു ഓർഡിനറി പ്രൊഫസി അല്ലോ, ഇതൊരു സാധാരണ പ്രവചനമല്ലോ. ചേർന്ന് പറ, പണി ആരംഭിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോട് കൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. പണി ആരംഭിച്ചു. ശക്തിയോടെ ദൈവത്തിനും മഹത്വം കൊടുക്കുക പ്രിയപ്പെട്ടവര്. സ്തോത്രം. പണി ആരംഭിച്ചപ്പോ ദൈവം ആദ്യം സെലക്ട് ചെയ്തത് സെരുബാബേലിന്റെ കയ്യിലെ തൂക്കുകെട്ടയാ. കഴിഞ്ഞ 15 വർഷമായിട്ട് അത് അനങ്ങാതിരിക്കുകയല്ലായിരുന്നോ? ഈ സെരുബാബേലിനോട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു. സെരുബാബേലിന്റെ വല്യപ്പൻ ഇരമ്യ പ്രവചനം 22:24 ആ വാക്യം ഒന്ന് വായിച്ചേ. ഇരമ്യ പ്രവചനം 22:24 സെരുബാബേലിന്റെ വല്യപ്പനോടുള്ള ഒരു ദൂത് കിടപ്പുണ്ട്. ഒന്ന് വായിച്ചേ. എന്നാണ് യഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവ് കൊന്യാവ് എന്റെ വലങ്കയ്ക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്ന് വല്യപ്പനോട് പറയാ. ദൈവം തന്റെ നാമത്തിൽ ആണയിട്ട് പറയാ, നീ എന്റെ കയ്യില് വലങ്കയ്ക്ക് മുദ്രാമോതിരമാണെങ്കിലും ഞാൻ നിന്നെ എന്ത് ചെയ്യും? പറ, ഊരിയെടുത്ത് എറിഞ്ഞു കളയും. പക്ഷേ ഹഗ്ഗായി 2:23 സെരുബാബേലിനോട് ദൈവം പറയാ. എന്താ പറയുന്നത്? എൻ്റെ ദാസനായി ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് അപ്പൊ ഇന്ന് പകൽ ഒരു ദൂതൂടെ ഞാൻ ചേർത്ത് പറയാം. ചില വല്യപ്പന്മാരെയൊക്കെ ഊരിക്കളഞ്ഞ ദൈവം, മൂശാട്ട പിടിച്ച ചിലതിനെ ഊരിക്കളഞ്ഞ ദൈവം. അവരൊന്നും അറിയുന്നില്ലെന്നേ, ഇപ്പോഴും വലിയ പുള്ളികളാന്നും പറഞ്ഞ് നിൽക്കുക. പക്ഷെ ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോണം, ചിലതിനെ ദൈവം ഊരിക്കളഞ്ഞു. അതേ ദൈവം തന്നെ ഇന്ന് പകൽ നിന്നോട് പറയുകയോ, ഞാൻ നിന്നെ എടുത്ത് ഉറക്കെ പറ മുദ്രാമോതിരമാക്കുമെന്ന്. നീ ദൈവത്തിന്റെ കയ്യേലെ ഒരു മുദ്രാമോതിരമായി മാറാൻ പോവുക. ദൈവം നിന്നെ മുദ്രാമോതിരമാക്കുമെന്ന് മാത്രമല്ല, ഇന്ന് പകൽ നിന്റെ മേൽ ഒരു അധികാരത്തെ ദൈവം പകരാൻ പോവുക. സൈന്യത്താലല്ല, പറ, ശക്തിയാലല്ല, പറ. ചലിക്കട്ടെ, ചലിക്കട്ടെ, ദൈവമേ ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. അസാധാരണമായ അഭിഷേകത്തിന്റെ തലം. ഈ പകലൊരു പ്രത്യേക ദൈവകൃപ ഇവിടെ ചലിച്ചിറങ്ങുക.
ചിലതിനെ ഊരിക്കളഞ്ഞ ദൈവം ഊടാ രബരബരബ ഷൈഡൽ ഘടകന ഇന്ന് പകൽ നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഇത് ഊരിക്കളയുന്ന കാലമല്ല, ഇത് ഉപയോഗിക്കപ്പെടുന്ന കാലമാ. എത്ര കുഞ്ഞുങ്ങൾ ഈ പകൽ വിശ്വസിക്കുന്നുണ്ട് ഒരഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച എന്റെ മേലേക്ക് ദൈവം പകരുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. ഓ ശബന രബരബരബരബക്ഷ Hallelujah. പ്രൗഢിയും പത്രാസും പഴക്കവും പാരമ്പര്യവും കഴിവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പലരെ ഊരിക്കളഞ്ഞ അതേ ദൈവം ഒരു യോഗ്യത ഇല്ലെന്ന് പറയുന്ന നിന്നെ ഇന്ന് പകൽക്കാലം ഒരഭിഷേകത്തിന്റെ അധികാരം ധരിപ്പിക്കുക. സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കുക. ഓ എന്റെ കയ്യെ മോതിരം കിടന്നാൽ അതൊരു സാധാരണ മോതിരമാ. പക്ഷെ രാജാവിന്റെ കയ്യെ മോതിരം കിടന്നാൽ അത് അധികാരത്തിന്റെ ചിഹ്നമാ അല്ലേ? അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഒരധികാരം ഏൽപ്പിക്കാൻ പോവാ. നിന്റെ മേലൊരു വലിയ ഷിഫ്റ്റ് നടക്കുന്ന നിമിഷമായത്. പരിശുദ്ധാത്മാവ് ഒത്തിരി പേരെ തൊടുന്നത് എനിക്കറിയാം. ഒത്തിരി വലിയ ഷിഫ്റ്റ് നടക്കുന്ന സമയമായത്. ഒരു വാക്യം കൂടെ വായിച്ചേ. എസ്രാ 6:15. എസ്രാ 6:15. ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിത് തീർന്നു. ഒന്ന് എല്ലാരും ചേർന്ന് പറഞ്ഞേ, പണിത്. തൂക്കുകട്ട കുറെ നാളായിട്ടിങ്ങനെ അനങ്ങാതിരിക്കലായിരുന്നു, ചുക്കിലി വലയം പിടിച്ച്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയാ, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ചലിപ്പിക്കാൻ പോവാ. ഇത് പണിത് തീരും, ഇത് പണിത് തീരും, ഇത് പണിത് തീരും. തിരുവനന്തപുരത്തൊരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളിലൂടെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ശാബാരാധന. എടാ, നിന്റെ ചേട്ടന്മാരെല്ലാം കൂടി നിന്നെ മണ്ണിട്ട് മൂടാനായിട്ട് നിന്ന ഒരു കാലമില്ലേ? നിന്റെ കയ്യിലെ പരിപാടി തീർന്നെന്ന് പറഞ്ഞ ഒരു സമയമില്ലേ? പക്ഷെ ഇന്ന് പകല് ദൈവാത്മാവ് പറയുകയാ, നിന്നെ തൂക്കുകട്ട ഏൽപ്പിച്ചത് മനുഷ്യനല്ല, നിന്നെ തൂക്കുകട്ട ഏൽപ്പിച്ചത് ദൈവമാ. നിന്നെ തൂക്കുകട്ട ഏൽപ്പിച്ച ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ചിലത് അടയ്ക്കും, നീ ചിലത് തുറക്കും. നീ ഇന്ന് പകല് ചിലത് അടയ്ക്കും, നീ ചിലത് തുറക്കും. നീ ചിലതിനെ ഇന്ന് പകല് പൊളിക്കും, നീ ചിലതിനെ പണിയും. ശബാര. ഇനി ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല, ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് ശക്തമായ ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടിരിക്കുക. അത് ജനത്തെ തൊട്ടുകൊണ്ടിരിക്കുക. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിക്കോ. ചലിക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകൾ പക്ഷെ ഇന്ന് പകലത് ചലിക്കുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പറ യഹോവയുടെ സൈന്യത്തെ കൊണ്ട് കഴിയാത്തത്, ശക്തിയെ കൊണ്ട് കഴിയാത്തത്, ആളുകളെ കൊണ്ട് കഴിയാത്തത്, റെക്കമെൻഡ് കൊണ്ട് കഴിയാത്തത്, ബന്ധം കൊണ്ട് കഴിയാത്തത്, മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് ഇന്ന് പകൽ ദൈവം ചെയ്യാൻ പോവുക. മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ചിലത് ദൈവം ചെയ്യാൻ പോവുക. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, മനുഷ്യരോൽ അസാധ്യം ദൈവത്തോൽ.
എന്റെ ചില പേപ്പറുകൾ ഇന്ന് പകല് ചലിക്കുകയാണെന്നും എന്റെ ഭാവി ഇന്ന് പകല് മാറുകയാണെന്നും എന്റെ ലൈഫിൽ ഒരു മേജർ ഷിഫ്റ്റ് സ്വർഗം ചെയ്യുകയാണെന്നും വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ? ഓ റബറബേഷ്, ചിലരെ ശിശൂച്ച മാറുക, ചിലരെ ശിശൂച്ച മാറുക. ഇന്ന് പകൽ ഒരു അഭിഷേകത്തിന്റെ ഒരു അധികാരം സ്വീകരിക്കുന്ന സ്വീകരിക്ക. ജീവിതം മാറത്തക്ക നിലയിൽ ഒരു അത്ഭുതം. വിശ്വസിച്ചേ ദൈവപ്രവൃത്തി സംഭവിക്കുക. മാറ്റം ഉണ്ടാകും സിസ്റ്റർ, മാറ്റം ഉണ്ടാകും. വർഷങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് നടക്കാത്ത ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ അത് ചലിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. കരിമരവും കരിവേലകവും വെട്ടിയാലും കുറ്റി പട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് കിളിർക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് ചില കിളിർപ്പുകൾ ഇന്ന് പകൽ ദൂതുകളോട് പ്രതികരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ മാത്രം. ഹല്ലേലൂയ. ശബാര, സ്വപ്നങ്ങൾ തകരുന്ന സ്ഥലത്ത്, ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലത്ത്, മരുമൃഗങ്ങൾ വേട്ടയാടുന്ന സ്ഥലത്ത്, ഓ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടുന്ന സ്ഥലത്ത് അവിടെ നിന്നെ കാണുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു. എന്തിനാ അവൻ വന്നിരിക്കുന്നത്? നിന്റെ സ്ഥിതി മാറ്റോ, നിന്റെ അവസ്ഥ മാറ്റോ, നിന്റെ ശൂന്യത മാറ്റോ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. എന്റെ അവസ്ഥ മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. ജീസസ്. പക്ഷേ എനിക്ക് ഈ മെസ്സേജ് മനസ്സിലായി. എന്റെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. എനിക്കൊരു ബ്രേക്ക് ത്രൂ വേണമെന്നുള്ളവർ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഈ മുന്നോട്ട് വിളിച്ചാൽ നിങ്ങളെല്ലാവരും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വിളിക്കുന്നില്ല. എന്നാൽ നമുക്ക് ദൈവസ്ഥലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. ശബാരാധന. ഇപ്പം ദൈവാത്മാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ആരംഭിച്ചവൻ ദൈവമാണെങ്കിൽ, ആരംഭിച്ച ദൈവം പാതി വഴിക്കിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ഈ ദമസ്കോസിൽ വെച്ച് ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു. ദൈവം പ്രവൃത്തി ആരംഭിച്ചപ്പോഴവൻ കുതിരപ്പുറത്തൊന്ന് താഴെ വീണത്. ദൈവം പ്രവൃത്തി ആരംഭിച്ചപ്പോഴവന്റെ കണ്ണടഞ്ഞത്. പക്ഷെ എന്നും കണ്ണടഞ്ഞു കിടക്കാൻ ദൈവം സമ്മതിച്ചില്ല. കണ്ണിന് കാണാത്ത ചില പ്രവൃത്തികൾക്ക് വേണ്ടി അവന്റെ കണ്ണിനെ ദൈവം തുറന്നതുപോലെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പ്രവൃത്തി, ഒരു കണ്ണിനും കാണാൻ പറ്റാത്ത ഒരു അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി നിന്റെ കണ്ണിനെ ദൈവം തുറക്കാൻ പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനവും ഇല്ലാതെ കിടക്കുന്ന ചില പേപ്പറുകൾ, അതൊരു ലീഗൽ ഇഷ്യൂ ആകട്ടെ. ഇന്ന് പകൽ അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോവാം. ദൈവം ചിലതിനെ കരിച്ചു കളയുന്നത് ഞാൻ കാണുന്നു. ശബാരാധരാധരാധര. ദൈവമക്കൾ എല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവി പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഓ
പ്രത്യേകമായ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം സംഭവിച്ചുകൊണ്ടിരിക്കുക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ ഭാവിയെ ജാം ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളെയും ഞങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ ശാസിക്കുക. ഭാവി സംബന്ധിച്ച ചില പേപ്പറുകൾ ഇന്ന് പകൽ അത് ചലിക്കും. ഉദ്യോഗ കയറ്റങ്ങൾ സംബന്ധിച്ച ചില പേപ്പറുകൾ, സ്ഥാനക്കയറ്റങ്ങൾ സംബന്ധിച്ച ചില പേപ്പറുകൾ, പ്രമോഷൻ സംബന്ധിച്ച ചില പേപ്പറുകൾ, ഏതോ ചില അനുഭവങ്ങളുടെ അകത്ത് ഗ്രാഫ് മൂടത്തക്ക നിലയിൽ ചുവപ്പ് നാടെ കുരുക്കിയിട്ടിരിക്കുന്ന ചില പേപ്പറുകൾ യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കാൻ പോകുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. ഒരാൾ പോലും ആരെയും നോക്കി നിൽക്കരുത്, പുറമേ നോക്കരുത്, കണ്ണു തുറന്ന് നോക്കി നിൽക്കരുത്. ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയുടെ നിമിഷമാ. ഒരു സ്പിരിച്വൽ ഫ്രീഡത്തെ ഞാൻ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ കൽപ്പിച്ചാക്കുക, കുടുംബങ്ങളുടെ മേൽ കൽപ്പിച്ചാക്കുക. വലിയ ദൈവിക സ്വാതന്ത്ര്യത്തെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കുടുംബങ്ങളുടെ മേൽ ഏറ്റെടുത്താട്ട് റിസീവ് ചെയ്താട്ട് പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച് അക്ഷരിക വിടുതലുകൾ അനുഭവിക്കട്ടെ, അക്ഷരിക സൗഖ്യങ്ങൾ അനുഭവിക്കട്ടെ, അക്ഷരിക ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. എത്രയോ കൊല്ലങ്ങളായി ചലനമില്ലാതെ കിടക്കുന്ന ചില പേപ്പറുകൾ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ കിടക്കുന്ന ചില പേപ്പറുകൾ യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, ആ പേപ്പറുകൾ ചലിക്കട്ടെ. ദൈവമക്കൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകൽ നാം പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആകുക. അസാധാരണമായ ദൈവിക അഭിഷേകം വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുക. ചില ചങ്ങലകൾ ഈ പകൽ കരിഞ്ഞു മാറുക. അന്യഭാഷകളിൽ മാത്രം പ്രാർത്ഥിച്ചോ, അന്യഭാഷകളിൽ മാത്രം പ്രാർത്ഥിച്ചോ. ആരെ നോക്കി നിൽക്കരുത്, അന്യഭാഷകളിൽ മാത്രം പ്രാർത്ഥിച്ച്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചിലരെ ഭയങ്കരമായിട്ട് തൊടാൻ പോവുക. ഇന്ന് പകൽക്കാലം ചില കെട്ടുകൾ അഴിഞ്ഞ് നീ പകൽ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിൽ ആത്മശക്തി നിന്റെ മേലേക്ക് ഇറങ്ങി വ്യാപരിക്കുക. സ്വീകരിക്കാം. തടയപ്പെട്ടു നിൽക്കുന്ന വിവാഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ ലഭിക്കേണ്ട തലമുറ അടച്ചു വെച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ട്. ജോലി സംബന്ധിച്ച് വെളിപ്പെടേണ്ട മാന്യത, അതിനെ തടയുന്ന പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. പ്രത്യേകമായ ദൈവപ്രവർത്തികൾ ഇപ്പോൾ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ.
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവിക സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഇന്ന് പകൽ ജനത്തിന്റെ മേൽ പ്രഖ്യാപിക്കുക.